ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷിനെ നിധിയുടെ അച്ഛനും സഹോദരനും ഒക്കെ കൂടെ ചേർന്ന് തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഗുണ്ടകളെല്ലാം സമർത്ഥമായി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധീഷിന് എന്തൊക്കെയൊക്കെയോ ഡൗട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഇപ്പോൾ നമ്മളെ ഇതൊക്കെ ഏൽപ്പിക്കുന്നത്? അല്ല, ഒരാഴ്ച കൊണ്ട് തന്നെ തൻ്റെ മകളെ ഇവിടെ പിടിച്ചിരുത്തും, ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ ആൾ പെട്ടെന്നൊരു സ്നേഹം കാണിച്ച് എന്തിനായിരിക്കാം? ചിലപ്പോൾ വിശ്വാസമുള്ള ആരും അത്ര അധികം കിട്ടിയിട്ടില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലായിരിക്കും കേട്ടോ സുധീഷ് വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കണേ. ആ ഒരു സമയത്തായിരിക്കും വഴിയിൽ വെച്ച് ഗുണ്ടകൾ തടഞ്ഞ് സുധീഷിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആകെ ഒരു 100 കിലോമീറ്റർ 2 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ ചെല്ലും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമേ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രാജീവിനാണെങ്കിൽ ഒരു മീനൊക്കെ ഞുള്ളി കൊടുക്കുകയാണ്. ഞുള്ളി നമ്മുടെ നിധിയുടെ പാത്രത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ പാത്രത്തിൽ മീനുണ്ടല്ലോ, അതെ നിനക്ക് അല്ലെങ്കിൽ മുള്ളൊന്നും നോക്കി തിന്നാനൊന്നും അറിയില്ല, പണ്ടും ഞാനല്ലേ നിനക്ക് ഞുള്ളി തന്നത്, അതുകൊണ്ട് ഇപ്പോഴും അതിനൊരു കുറവും വന്നിട്ടില്ല. നിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും ഒരു മാറ്റം ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുള്ളൊക്കെ നോക്കി കൊടുക്കുകയാണേ. അതിനുശേഷം നിധി അത് കഴിച്ചതിന് ശേഷം നിധിയുടെ ഒരു ഇത് ഉരുള കഴിക്കുമ്പോൾ പെട്ടെന്ന് നിധിയുടെ പാത്രത്തിലിരുന്ന് ആ ഒരു മുള്ള് ശ്രദ്ധിക്കാതെ കഴിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തൊണ്ടയിൽ വിൽക്കുമ്പോൾ അയ്യോ എന്താ മോളെ ഈ കാണിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ചോറെടുത്ത് വാരി കൊടുക്കണം, എന്നിട്ട് വിഴുങ്ങാനൊക്കെ പറയണം. അങ്ങനെ പോയോ എന്നൊക്കെ ചോദിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നിധിക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും അതുപോലെ തന്നെ കരച്ചിലൊക്കെ വരികയാണ്. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ കിരൺ, നമ്മുടെ നിധിയുടെ സഹോദരനാണെങ്കിൽ പെട്ടെന്ന് പറയുന്നത്, എന്തായാലും നീ പോയേ പിന്നെ അച്ഛൻ്റെ കാര്യം കഷ്ടം തന്നെയാണ്. അച്ഛൻ ഓഫീസിലേക്കൊക്കെ ഒന്നും വരിക പോലുമില്ല. അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന അച്ഛനെ പിന്നെ അച്ഛന് പഴയ അച്ഛൻ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല, അന്ന് മരിച്ചതാണ് ഞങ്ങളുടെ അച്ഛൻ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഓരോ ദിവസവും നിന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഓഫീസ് കാര്യങ്ങളിലോ മറ്റൊരു കാര്യങ്ങളിലോ ഇടപെടുകയോ ഒന്നും ചെയ്യത്തില്ല, എപ്പോഴും ഈ വീട്ടിൻ്റെ ഒരു കോണിലിരിക്കും. ഇപ്പോൾ അച്ഛനാണെങ്കിൽ ആരോഗ്യപരമായി എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതും കൂടെ ഒക്കെ ആയപ്പോൾ എല്ലാം കൊണ്ട് സുഖം. എന്നാലും നീ അന്ന് അച്ഛനോട് അങ്ങനൊരു വാക്ക് പറഞ്ഞില്ലേ, അതാ അച്ഛൻ അത്രമാത്രം ഹേർട്ട് ചെയ്യിപ്പിച്ച് എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാജീവനും പറഞ്ഞിട്ടുണ്ട്, അതെ എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല, അവൻ്റെ കൂടെ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി മോളെ, അന്ന് ഞാൻ മരിച്ചതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ നിധിയുടെ അമ്മ പറയുന്നുണ്ട്, ഇനി അതൊക്കെ എന്തിനാ പറഞ്ഞിട്ടോ ആലോചിച്ചിട്ടോ ഒക്കെ, നമ്മുടെ മോളെ നമുക്ക് തിരികെ കിട്ടിയില്ലേ. അപ്പോൾ പെട്ടെന്ന് നിധി ഇങ്ങനെ നോക്കുമ്പോൾ, അല്ല നമ്മുടെ മോള് നമ്മുടെ അടുത്തുണ്ടല്ലോ ഇപ്പോൾ, പിന്നുള്ളതെല്ലാം ഈശ്വരൻ്റെ വിധി ഒക്കെ പോലെയല്ലേ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് നമ്മുടെ അടുത്തില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നിധിയുടെ ബ്രദറിൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു മിനിറ്റ് ഞാനത് ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞൊണ്ടിപ്പോയി അവിടെ മാറി നിന്ന് സംസാരിക്കാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നമ്മുടെ നിധിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, എന്തിനാ നീ ദേഷ്യപ്പെടുക, അതുപോലെ തന്നെ ടെൻഷൻ അടിക്കുന്നതൊക്കെ കണ്ടല്ലോ, എന്താടാ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിന് വെച്ചാൽ പണവും സ്വർണ്ണമൊന്നും അവിടെ എത്തിയിട്ടില്ല, സുധീഷ് ഇതുവരെയായിട്ട് അവിടെ ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്, ഇപ്പോൾ സുധീഷ് അവിടെ ഇപ്പോൾ തിരിച്ച് എത്തേണ്ട സമയമായില്ല വെച്ചാൽ എന്നൊക്കെ പറയുമ്പോഴത്തേനും, അതെന്താ എന്ത് പറ്റി മോൾ, എന്തായാലും സുധീഷിനെ ഒന്ന് വിളിച്ചു നോക്കിയ മോളെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സുധീഷിനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പോൾ നമ്മുടെ നിധിയുടെ ബ്രദർ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോഴത്തേനും അതും സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ അയ്യോ എന്ത് സംഭവിച്ചു, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക, എന്നാലും സുധീഷ് പോയിട്ട് വരുന്ന സമയമായല്ലോ, പിന്നെ സാധനം നമ്മൾ കൊടുത്തു വിട്ടു അവിടെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തോ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആകെ ടെൻഷൻ അടിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ GPS ഒന്ന് നോക്കിക്കേന്ന് അച്ഛൻ പറയുമ്പോഴത്തേനും GPS നമ്മൾ പറഞ്ഞ വഴിയിൽ കൂടെ അല്ല വെച്ചാൽ വണ്ടി പോയിരിക്കുന്നത്. GPS ഒരു 50 നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 50 കിലോമീറ്റർ മുന്നേ തന്നെ ഓഫ് ആക്കിയിട്ടുണ്ട്, എന്നിട്ട് വേറെ വഴിയിലൂടെ പോയിരിക്കുകയാണ്, എന്തൊക്കെ നടന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നിധി പറഞ്ഞിട്ട്, ഇനി വഴി അറിയാതെ വല്ലതാണ് അച്ഛൻ പോയിരിക്കണേ, ഇനി അച്ഛൻ കൊടുത്ത ഗൂഗിൾ ലൊക്കേഷൻ തെറ്റായിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ തെറ്റ് വരുമോ മോളെ, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, അതിനെങ്ങനെ എനിക്ക് തെറ്റ് സംഭവിക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ, അല്ല വെച്ചാൽ പിന്നെ ഇതെന്താ സംഭവിച്ചത്, എന്തോ ഒരു പിടിയില്ല, സുധീഷിനെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല, ഇന്ന് അവിടെ പണവും സ്വർണം എത്തിക്കേണ്ട സമയവും കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ ബ്രദർ പറയണത്, അതായത് നമ്മുടെ നിധിയുടെ ബ്രദർ പറയാണ്, എനിക്ക് തോന്നുന്നു ഇത് അവൻ തന്നെ മുക്കിക്കൊണ്ട് പോയതാണ്, അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കും, ഇത്രയും സ്വർണവും പണവും കൂടെ കണ്ടപ്പോഴത്തേക്കിനും അവൻ മറന്നതും എടുത്തുകൊണ്ട് പോയതാണ്, അത് തന്നെ, അല്ലാതെ നമ്മൾ പറഞ്ഞ വഴി കൂടെ പോലും അല്ല അവൻ പോയിരിക്കുന്നത്. ഇത് സുധീഷേട്ടാ
അപ്പോഴത്തേക്കിനും നമ്മുടെ നിധി പറയുന്നുണ്ട്, ഏട്ടാ കാര്യം അറിയാതെ നമ്മൾ സംസാരിക്കരുത്, സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, സുധീഷിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങനെ പണവും സ്വർണ്ണവും കണ്ട് മോഹിച്ച് പോകുന്ന ആളല്ല സുധീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവർ തമ്മിൽ വാക്ക് തർക്കങ്ങളൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ രാജീവും പറയുന്നുണ്ട്, എടാ നീ അങ്ങനൊന്നും പറയണ്ട, ചിലപ്പോൾ അതൊന്നും അല്ലായിരിക്കും സത്യം, മോള് പറഞ്ഞ പോലെ എന്തെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, എന്ത് സംഭവിക്കാനാച്ചാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും ഈ വഴി തെറ്റി എന്തിനാണ് വണ്ടി പോയിരിക്കുന്നത്, അത് നമ്മൾ പറഞ്ഞിരുന്നു 50 കിലോമീറ്റർ മുന്നേ, അതിലെന്തൊക്കെയോ ദുരൂഹതകളില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ നിധിയുടെ അമ്മയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വിശ്വസിക്കാതിരിക്കുകയാണ് നിധി. ഇത് കേൾക്കുമ്പോൾ നിധിയുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങളെക്കാളും വിശ്വാസം ഇന്നലെ കണ്ട് അവനെയാണോ നിനക്ക്? ഞങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം പോലും വിശ്വസിക്കുന്നില്ലല്ലോ. നീ തന്നെ ആലോചിച്ച് നോക്കി, നിൻ്റെ അച്ഛനാണെങ്കിൽ നീ ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടും അതുപോലൊരു തെണ്ടിയുടെ കൂട്ടത്തിൽ നീ പോയിട്ട് അച്ഛൻ അതെല്ലാം മറന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് അവിടുന്ന് ഭക്ഷണവും കഴിച്ച് നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നതല്ലേ, അത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിട്ട് നിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലും നീ വിശ്വസിക്കുന്നില്ല അല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ കൂടി അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ, സുധീഷിന് നല്ലൊരു കമ്പനിയിൽ, നമ്മുടേതായ കമ്പനിയിൽ തന്നെ നല്ലൊരു ജോലി കൊടുക്കണം, നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം, നല്ല നിലയിൽ തന്നെ നിങ്ങൾ ജീവിക്കണം, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കണം എന്നൊക്കെ നിൻ്റെ അച്ഛൻ ഇന്നലെ പറഞ്ഞത് കൂടിയുള്ളൂ, ആ അച്ഛൻ്റെ മനസ്സ് നീ കാണാതെ പോകരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴും നമ്മുടെ നിധിയുടെ ബ്രദർ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നിധി പിന്നെയും ചൂടാകുകയാണ്. ആ സമയത്ത് നമ്മുടെ രാജീവ് പറയുന്നുണ്ട്, എന്തായാലും അവൻ തന്നെയായിരിക്കും ഇത് കൊണ്ടുപോയത്, ചിലപ്പോൾ മോൾ അത് വിശ്വസിക്കില്ല, പക്ഷേ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അത് തന്നെയാണ് മോളെ എനിക്കും തോന്നുന്നത്, എന്തായാലും അവനെ വിശ്വസിച്ച് കൊടുത്തയക്കണ്ടായിരുന്നു, എൻ്റെ എത്ര നാളത്തെ സമ്പാദ്യമാണെന്ന് അറിയാമോ അത്, എന്തായാലും ഞാൻ ഒരു കാര്യത്തിൽ ആശ്വസിക്കുകയാണ്, കാരണം കുറച്ച് സ്വർണവും പണവും അല്ലെങ്കിൽ അതെല്ലാം പോയാൽ ഇനിയും ഞാൻ ഉണ്ടാക്കും, പക്ഷേ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല, ഇനി ആ വീട്ടിലേക്ക് പോലും നീ പോകണ്ട, ഇങ്ങനൊരു കള്ളക്കൂട്ടങ്ങളുടെ അടുക്കിലേക്ക് മിക്കവാറും ഏട്ടന്മാരും അനിയന്മാരും എല്ലാം കൂടെ ചേർന്ന് ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്, എല്ലാം കൂടെ ആ പണം കൊണ്ട് മുങ്ങിയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ്റെ ഏട്ടനോ അതുപോലെ തന്നെ അവൻ്റെ അനിയന്മാരോ ഒന്നും അങ്ങനെ ചെയ്യില്ല, അങ്ങനെ മറ്റുള്ളവരുടെ പണത്തിന് ആഗ്രഹിക്കുന്നവരല്ല അത് അവർ, എനിക്കറിയാം, ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നിധിയുടെ ബ്രദർ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഞാൻ അവരുടെ വീട്ടിൽ പോയി 2 എണ്ണം കൊടുക്കാം അവന്മാർക്കിട്ട്, അപ്പോൾ കാര്യങ്ങൾ മണി പോലെ സത്യങ്ങൾ പുറത്ത് വരും എന്ന് പറയുകയാണെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എന്നവരെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷിൻ്റെ നേരെ മൂത്ത ഏട്ടനെ വിളിക്കുകയാണെ. ആ സമയത്ത് സുധീഷിൻ്റെ നേരെയുള്ള അനിയനെ വിളിക്കുകയാണ്. ആ സമയത്ത് അവൻ വർക്ക്ഷോപ്പിലായിരിക്കും കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അവനാണെങ്കിൽ അവൻ്റെ ആ ഒരു പുതിയ ലൈൻ സെറ്റായിട്ടുണ്ടല്ലോ, ആ പെൺകുട്ടിയുമായിട്ടാണെങ്കിൽ ഫോണിൽ വിളിയാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോള് പറഞ്ഞ ഒന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ തവണ വിളിക്കുമ്പോഴെല്ലാം ബിസി ആയിരിക്കുവേ. പിന്നീട് നമ്മുടെ സുധീഷിനെ ട്രൈ ചെയ്യുന്നുണ്ട് നിധി, അപ്പോഴെല്ലാം സ്വിച്ച് ഓഫും ആയിരിക്കും. മറുവശത്താണെങ്കിൽ സുധീഷാണെങ്കിൽ ആ ഗുണ്ടുകളൊക്കെ ആയിട്ട് ഒന്ന് പോരാടുന്നുണ്ട്, ഗുണ്ടുകളോട് പറയുന്നുണ്ട്, ആണുങ്ങളാണെങ്കിൽ നിങ്ങൾ നേരെ വാടാ, നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ കാണും, നീയൊക്കെ എന്തിനാണ് എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്, പണവും സ്വർണ്ണമായിരുന്നു നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ പോയേനെ, പക്ഷേ എന്നെ എന്തിനാണ് ഇതൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്, എൻ്റെ ജീവിതം തന്നെ മറിഞ്ഞു പോകും, ഇതെൻ്റെ എൻ്റെ പേരിലുള്ള വിശ്വാസത്തിൻ്റെ കാര്യമാണ്, എടാ നിങ്ങൾ എന്നെ ഒന്ന് തുറന്നു വിടടാ എന്നൊക്കെ പറയുമ്പോൾ അവരതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അലറി വിളിക്കുമ്പോഴാണെങ്കിൽ അതിലൊരു ഗുണ്ട എണീറ്റ് വന്നിട്ട് ആ സുധീഷിൻ്റെ വായിലാണെങ്കിൽ ഒരു സെല്ലോ ടോപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധി. അപ്പോൾ പിന്നെയും വിളിക്കുമ്പോഴൊന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിയുമ്പോൾ ഫോണ് നമ്മുടെ സുധീഷിൻ്റെ അനിയനാണെങ്കിൽ ആ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നോക്കുമ്പോൾ നിധിയുടെ കോൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. നിധിയേട്ടത്തി എന്തിനായിരിക്കും വിളിച്ചത് എന്ന് പറഞ്ഞ് തിരികെ വിളിക്കുമ്പോൾ നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട്, അത് പിന്നെ അവിടേക്ക് സുധീഷ് വന്നിരുന്നു. സുധീഷ് ഏട്ടനോ? സുധീഷ് ഏട്ടൻ ഇവിടെ വന്നില്ലല്ലോ, ഏട്ടത്തിൻ്റെ അടുത്തിലല്ലായിരുന്നോ? അത് പിന്നെ ഇവിടെ രാവിലെ ഇവിടെ നിന്ന് പോയതാണേ, അപ്പോൾ ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാണ്, ഇനി അവിടേക്ക് ഇങ്ങനെ വന്നെന്നറിയാൻ ഞാൻ വിളിച്ചത്. ഇല്ല വന്നില്ല. ആണോ? ഇവിടെയും വന്നില്ലായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടത്തി? പ്രശ്നങ്ങളൊന്നുമില്ല, എന്തായാലും സുധീഷേട്ടൻ അവിടെ കാണാൻ വന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണേ എന്നിങ്ങനെ പറയാനോ കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ സുധീഷാണെങ്കിൽ സുധീഷിൻ്റെ അനിയനാണെങ്കിൽ പറയാണ്, ശരി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറയാം, എടുത്ത് സമാധാനമായിട്ട് ഇരിക്കുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വീട്ടുകാരോടൊക്കെ പറയാണ്, നിധി സുധീഷ് ആ വീട്ടിൽ പോയിട്ടില്ല, ഏട്ടന്മാർക്കോ അനിയനോ ഒന്നും അറിയില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തായാലും നമുക്ക് പോലീസിനെ അറിയിക്കാച്ച, പോലീസുകാരാകുമ്പോൾ ഇനി സുധീഷ് കൊണ്ടുപോയാലും ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചാണെങ്കിലും കണ്ടെത്തി തരുമല്ലോ, അതുകൊണ്ട് നമുക്ക് പോലീസിനെ അറിയിക്കാച്ച, അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറുമല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ ഇത് പണവും അത് സ്വർണ്ണവും ഒക്കെയാണ്, അങ്ങനെ പോലീസുകാരെ ഒന്നും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ
പറ്റില്ല, എന്തായാലും ഇത് സുധീഷ് കൊണ്ടുപോയതെന്ന് ഉറപ്പ് തന്നെയാണ്, അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല. അച്ഛനിങ്ങനെ ഉറപ്പിക്കാതെ എങ്ങനെ അച്ഛൻ അങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ഞാൻ പറഞ്ഞില്ലേ പോലീസുകാരോട് പറയാം എന്ന് പറയുമ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, പോലീസൊക്കെ അറിഞ്ഞാൽ പിന്നെ അതെൻ്റെ കമ്പനീനെയും എൻ്റെ ബിസിനസ്സിനെയൊക്കെ ബാധിക്കും, വേണ്ട വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ അന്വേഷിക്കാനൊക്കെ ആയിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നിധിയുടെ ബ്രദറാണെങ്കിൽ ഇങ്ങനെ ഞൊണ്ടി അങ്ങ് പോകുകയാണ്. അങ്ങനെ രണ്ടുപേരോട് അന്വേഷിക്കാനാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി നേരെ ചെല്ലുന്നത് നമ്മുടെ സുധീഷിനെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു ഗോഡൗണിലേക്കായിരിക്കും കേട്ടോ. അവിടേക്ക് ചെല്ലുമ്പോൾ സുധീഷിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ പണമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതിൽ 2 ഗുണ്ടകൾ പണവും ഒക്കെ ആയിട്ട് നമ്മുടെ രാജുവിൻ്റെ അതുപോലെ തന്നെ നിധിയുടെ ബ്രദറിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണത്. ഇങ്ങനെ അത് എല്ലാം കൃത്യമാണോ എന്നൊക്കെ നോക്കിയിട്ട് കാറിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നിധിയുടെ ബ്രദർ പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ വെച്ച് തന്നെ അങ്ങ് തീർത്തേക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനുള്ള അവസരമായിട്ടില്ല, അങ്ങനെ ഇവിടെ വെച്ച് തീർത്താൽ നമ്മുടെ പ്ലാനിങ്ങളൊക്കെ തകരുള്ളൂ, നിധി എന്തായാലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ, അതായത് ഇവൻ തന്നെയാണ് എല്ലാം ചെയ്തതെന്നും അതുപോലെ തന്നെ ഇവൻ ഒരു ഫ്രോഡാണെന്നും ഒക്കെയുള്ള കാര്യം നിധിക്ക് പൂർണ്ണ ബോധ്യമാവണം, എങ്കിലേ നമ്മളൊക്കെ ചെയ്തതിന് ഒരു ഫലം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവനെ തീർക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാം എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ ബ്രദർ പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അവനെ ഒന്ന് പെരുമാറണം, അവനെന്നെ കുറേ നാണം കെടുത്തിയിട്ടുള്ളതാണ്, എനിക്ക് അവനോട് പ്രതികാരം തീർക്കണം എന്ന് പറയുമ്പോൾ നല്ല കാര്യം, അവനറിയില്ലേ നമ്മളാണ് ഇതിനൊക്കെ പിന്നിലെന്ന്, അത് ഒരിക്കലും അവൻ അറിയാൻ പാടില്ല എൻ്റെ അച്ഛ, അങ്ങനെയുള്ള വിധത്തിൽ തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം, എന്തായാലും അവൻ്റെ മുൻപിൽ ഞാൻ ഈ ഒരു രൂപത്തിൽ പോയി നിൽക്കുന്നില്ല, പക്ഷേ എനിക്ക് അവന് 2 എണ്ണം പൊട്ടിക്കണം, അതിനെനിക്ക് കിട്ടിയ പറ്റിയ അവസരമാണിതെന്ന് പറയാണ്. നീ എന്തെങ്കിലും കാണിക്കതേ, അവനൊരു സംശയം തോന്നിയേക്കില്ല കേട്ടോ, ഇല്ല അച്ഛ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നിധിയുടെ ബ്രദറാണെങ്കിൽ ഒരു ഓവർകോട്ടും അതുപോലെ തന്നെ ഒരു ക്യാപ്പും മുഖമൊക്കെ മറച്ച് ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് പോകുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷിനെ പോയി തല്ലി ചതയ്ക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നത്, നീ ആരാടാ, എന്തിനാടാ എന്നെ ഇങ്ങനെ തല്ലുന്നത്, ഒന്ന് പറയടാ, നീ വിടടാ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കണില്ല കേട്ടോ. സ്വന്തം അളിയൻ തന്നെ ഇങ്ങനെ ഇങ്ങനെ തല്ലി ചതയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ തല്ലൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ നിധിയുടെ ബ്രദറും അതുപോലെ തന്നെ അച്ഛനും കൂടെ തിരികെ വീട്ടിലേക്ക് വരികയാണ്. ആ ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിധിയും അതുപോലെ തന്നെ നിധിയുടെ സന്ധ്യടത്തിയും അതുപോലെ അമ്മയും എല്ലാം കൂടി ഇങ്ങനെ ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നിധിയുടെ അച്ഛനാണെങ്കിൽ വളരെ അരിശത്തോടു കൂടി ആയിരിക്കും കേട്ടോ കയറി പറഞ്ഞത്. അങ്ങനെ കാലിങ്ങനെ ഒരു ചെടിച്ചട്ടി അവിടെ ഇരിക്കുമ്പോൾ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കയറി വന്നിട്ട് പറയാണ്, എല്ലാത്തിനും പിന്നിൽ സുധീഷ് തന്നെയാണ്. മോള് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ സുധീഷ് അല്ലായിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞു, അവൻ തന്നെയാണ് ഇത് കൊണ്ടുപോയത്. അത് ഒരു തെളിവുകളും പോലും ബാക്കി വെക്കാതാണ് അവനാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സ്ഥലം ആ ഒരു ലൊക്കേഷനിലേക്ക് അല്ല അവൻ പോയിരിക്കുന്നത്, അവൻ GPS വരെ വണ്ടിയുടെ ഓഫ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ അവൻ ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല മോളെ. എന്നാലും നീ തന്നെ ആലോചിച്ച് നോക്ക്, നിന്നെക്കുറിച്ച് നിനക്ക് അവൻ കല്യാണത്തിന് മുൻപ് അവനെക്കുറിച്ച് അവൻ എന്തൊക്കെ വാഗ്ദാനങ്ങളൊക്കെ ആയിരിക്കും നിനക്ക് തന്നിട്ടുണ്ടാവുക, അതെല്ലാം സത്യമായിരുന്നോ കള്ളമായിരുന്നോ എന്ന് നിനക്കറിയാലോ. അവൻ്റെ വീട് എങ്ങനെയുള്ളതാണെന്നും അവൻ്റെ ഏട്ടന്മാരെങ്ങനെയുള്ളതാണെന്നും ഒക്കെ അവൻ നിന്നോട് പറഞ്ഞിരുന്നോ, അതോ സ്വന്തം ഭാര്യനെ ചവിട്ടി കൊന്ന അച്ഛനാണെന്നും അതുപോലെ തന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുടുംബമാണെന്നും ഒക്കെ അവൻ പറഞ്ഞിരുന്നോ, നാട്ടുകാരുടെ മുൻപിൽ നാണം കെട്ടി ജീവിക്കുന്ന കുടുംബമാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ അതിനെയൊക്കെ മാറ്റിയല്ലേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നീ അവനെ അവനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും വലിയൊരു സാഹചര്യം വന്നപ്പോൾ പോലും നീ അവനെ സപ്പോർട്ട് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ട് ആകെ ചങ്ക് തകർന്ന് നിൽക്കാനിട്ടോ നമ്മുടെ നിധി. അങ്ങനെ നിധിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പിന്നെയും നമ്മുടെ സുധീഷിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെ പറയാൻ കേട്ടോ. എൻ്റെ സുധീഷ് നീ എന്താ ഫോൺ എടുക്കാത്ത എന്നൊക്കെ പറഞ്ഞ് വോയിസ് മെസ്സേജൊക്കെ അയക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും നിന്നെ സംശയിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് പറയുന്നു, ഫോണൊന്ന് ഓണാക്കുക, എന്തെങ്കിലും ഒന്ന് പറയുക, എന്താ നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് വോയിസ് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ടിക്കേ വേണ്ടിയിട്ടുള്ളല്ലോ, എന്താ അവന് സംഭവിച്ചിരിക്കുക, അവനൊരിക്കലും ആ പണം എടുത്തോണ്ട് പോകില്ല എന്നൊക്കെ തന്നെ ഇങ്ങനെ മനസ്സിലുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സമയത്തായിരിക്കും അച്ഛൻ പറഞ്ഞ വാക്കുകൾ നിധിയുടെ മനസ്സിലേക്ക് പറഞ്ഞത്. അതായത് തൻ്റെ വിവാഹത്തിന് മുൻപ്, വിവാഹം കഴിഞ്ഞപ്പോൾ നമ്മുടെ സുധീഷ് തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തരങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. ആ ഒരു സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നാലും സുധീഷ് ആയിരിക്കും ഈ പണമൊക്കെ എടുത്തിട്ട് പോയിരുന്നത്, അച്ഛനും ഏട്ടനും ഒക്കെ പറഞ്ഞ പോലെ അതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കും എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധീഷ് ആണെങ്കിൽ, അതായത് ഈ ഗുണ്ടകളെല്ലാം കൂടെ കള്ളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനാണ്. കള്ളൊക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും കൂടെ ഇങ്ങനെ വെളിയിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഗുണ്ടയാണെങ്കിൽ ഇങ്ങനെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുക്കുകയാണ്. ആ ഒരു സമയത്ത് അയാളുടെ ഫോൺ താഴേക്ക് വീഴാണ് കേട്ടോ. അത് ശ്രദ്ധിക്കുന്ന സുധീഷാണെങ്കിൽ അവർ പോയതിന് ശേഷം പതിയെ ആ ഒരു കസാരയിൽ നിന്ന് എഴിഞ്ഞ് ആ ഒരു ഫോണിൻ്റെ അടുക്കിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ കാലുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ ഓപ്പൺ ആക്കാനൊക്കെ നോക്കുകയാണ്. ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോക എന്ന് പറഞ്ഞ് ഓപ്പൺ ആക്കുമ്പോൾ ആ ഫോണിൽ ലോക്ക് ഉണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോണ് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണേ. ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സുധീഷിനെ കാണുന്നില്ല എന്നൊക്കെയുള്ള കാര്യം സുധീഷിൻ്റെ അനിയൻ പറയാണ് സുഭാഷിനോട്. എന്താണ് നീ ഇത്രയും നേരമായിട്ട് എന്നോട് പറയാനെന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവൻ തിരികെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതിയതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നികേഷ് ആണെങ്കിൽ കരയാൻ തുടങ്ങി. എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക സുധീഷേട്ടനെന്ന് പറയുമ്പോൾ നീ വിചാരിക്കണ പോലെ ഒന്നും ഇല്ലടാ, നമുക്ക് എന്തായാലും നിധി ഒന്ന് വിളിച്ചു നോക്കാം, ഇനി സുധീഷ് ചെന്നിട്ടുണ്ടോയെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിധിയുടെ ഫോണിലേക്ക് സുഭാഷ് വിളിക്കാൻ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ സുധീഷ് വന്നോ? ഇല്ല ഏട്ടാ, ഇതുവരെയായിട്ടും വന്നില്ല, അവിടെ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സുഭാഷ്. അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ അച്ഛനാണെങ്കിൽ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു, കുറച്ച് പണം അതുപോലെ തന്നെ കുറച്ച് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് അച്ഛൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതുകൊണ്ട് പോയതാണ്. പക്ഷേ GPS ഓഫാണ് വണ്ടിയുടെ. സുധീഷിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല, സ്വിച്ച് ഓഫ് എന്ന് തന്നെ പറയുന്നത്. എനിക്ക് എന്തായാലും പേടിയാകുന്നു കേട്ടാ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് എല്ലാവരും ഇവിടെ സുധീഷ് ആ പണവും കൊണ്ട് മുങ്ങിയതാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സുഭാഷും പറഞ്ഞിട്ട് എൻ്റെ അനിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്തായാലും എന്നൊക്കെ പറയാൻ കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും സുധീഷിൻ്റെ അനിയൻ പറയാണ്, എന്നെ സുധീഷ് വിളിച്ചിരുന്നു, എന്നിട്ട് അവൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരാഴ്ചക്കകം നിങ്ങളെ തമ്മിൽ തെറ്റിക്കുമെന്നും അതുപോലെ വീട്ടിലുണ്ടായ ആ ഒരു അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. നിധിയെ കാണുമ്പോൾ മറ്റൊരു മുഖം, സുധീഷിനെ തന്നെ കാണുമ്പോൾ വേറൊരു മുഖമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ സുഭാഷും അനിയന്മാരോട് പറയാണ്. അപ്പോൾ നികേഷ് കരയാൻ തുടങ്ങി, എനിക്ക് എൻ്റെ ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇല്ലടാ ഇല്ല, നിനക്ക് അങ്ങനെ തോന്നുന്ന, അവനൊന്നും സംഭവിക്കില്ല, നമുക്ക് എന്തായാലും അവനെ അന്വേഷിക്കാം എന്ന് പറയാൻ കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ സുഭാഷിൻ്റെ ഒക്കെ അച്ഛൻ വന്നിട്ട് പറയുന്നത്, എനിക്കിത് അന്നേരമേ തോന്നിയതാ, കാശുള്ളവന്മാർ വന്ന് പല്ലിളിച്ച് കാണിച്ചപ്പോൾ എല്ലാവർക്കും എന്തൊരു ഒലിപ്പീരായിരുന്നു. അത് പിന്നെ നിധിയുടെ അച്ഛനല്ലേ, മറ്റാരും അല്ലല്ലോ, അയാൾ വന്ന് സ്നേഹം കാണിച്ചപ്പോൾ ഞങ്ങളോർത്തു ഇനി അവരോടുള്ള സ്നേഹം കൊണ്ട് തൻ്റെ മകളോടുള്ള ഒരു ഇത് കൊണ്ട് വന്നതായിരിക്കും, ഇങ്ങനെയൊക്കെ ചതിക്കാനാണെന്ന് അറിഞ്ഞു. ഇത് അവൻ ചതിച്ചത് തന്നെയാണ്. ഓരോ സിനിമയിലും അതുപോലെ തന്നെ ലോകത്തൊക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ, ഇതുപോലെ കൊണ്ടുപോയി കൊന്നു കളയുന്നതൊക്കെ. എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുഭാഷ് മിണ്ടിപ്പോകരുത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അച്ഛനൊന്നും പറയണ്ട, ഒന്നാമതേ ഇവിടെ മനുഷ്യൻ എരിഞ്ഞ് ചാകുക, അതിൻ്റെ ഇടയ്ക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അച്ഛൻ്റെ ഓരോ വാക്കുകൾ. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, അവനെ കാണാനായിട്ട് ഇത്ര നേരമായില്ലേ, അവൻ്റെ ഒരു വിവരവും ഇല്ല, എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ ഈ പറയുന്നത്, അത് പിന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും ഉറങ്ങുകയാണ്. ആ സമയത്ത് നികേഷ് പറഞ്ഞിട്ട്, ഞാൻ ചെറുതാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയില്ലെന്ന് പറയില്ല, ഞാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നികേഷും കൂടെ പോകുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഒരു ബൈക്ക് കൂടെ എടുത്തുകൊണ്ട് വരാം, എന്നിട്ട് നമുക്ക് 2 ബൈക്കിലായിട്ട് പോകാമെന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞ് അങ്ങനെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ ചെന്നിട്ട് ബൈക്കൊക്കെ എടുക്കുകയാണ്. ഈ സമയത്തായിരിക്കും നമ്മുടെ അവൻ്റെ സ്നേഹിക്കുന്ന പെൺകുട്ടി വിളിക്കുമ്പോൾ കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയും വിളിക്കുമ്പോൾ ഞാനൊരു അർജൻറ്റ് കാര്യത്തിലാണ്, നീ ഒന്ന് ഫോൺ വെച്ചേ. അപ്പോൾ പിന്നെയും വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, നീ എന്തിനാ ഇപ്പോൾ ഫോൺ വെച്ചിട്ട്, നിനക്ക് എന്നോട് സംസാരിക്കാൻ നിനക്ക് നേരെയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിന്നോടല്ലേ പറഞ്ഞത് ഞാനൊരു അർജൻറ്റ് കാര്യത്തില്ല, നീ വെളിയിലാണോ, നീ വെളിയിൽ കൂട്ടുകാരൊത്ത് പോയതായിരിക്കില്ലേ, കള്ളു കുടിക്കാൻ പോയതായിരിക്കില്ലേ, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ പൊന്നു മോളെ നീ ഒന്ന് വെച്ചേ, ഞാൻ അർജൻറ്റ് കാര്യത്തിലായി, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ, നിനക്കിപ്പോൾ ഞാൻ സംസാരിക്കുന്നതൊക്കെ ദേഷ്യമായോ, ഇത്രയും നേരം അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, നീ ഒന്ന് ഫോൺ വെച്ച്, ഇപ്പോൾ പാതിരാത്രി 12 മണി മര്യാദയ്ക്ക് ഇരുന്നോളാം നിന്നോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ സുഭാഷൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താടാ ആരോടാ നീ ദേഷ്യപ്പെടുന്നത്, അത് പിന്നെ ഒരു കസ്റ്റമറാണ് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും, എന്നാലും ഈ പാതിരാത്രിയിൽ എന്തിനാണ് വിളിക്കുന്നത്, അതങ്ങനെയാണേ ഒരു കസ്റ്റമറാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാനുണ്ടോ. അങ്ങനെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫോൺ എറിഞ്ഞു പൊട്ടിക്കാണ് കേട്ടോ നമ്മുടെ സുധീഷിൻ്റെ അനിയന്. അങ്ങനെ എന്താ ഈ കാണിച്ച്, അതിനെ എനിക്ക് ടെൻഷൻ കയറിയിട്ടേട്ടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഫോണൊക്കെ ഇങ്ങനെ പറക്കി എടുത്തിട്ട് പിന്നെ ഇവർ അങ്ങ് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെ. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ സുധീഷാണെങ്കിൽ ഫോൺ ചെയ്യുകയാണ്. അങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന് വരികയാണ്, കാരണം ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സുഭാഷിൻ്റെ നമ്പർ ഓർമ്മയിലുണ്ടായിരിക്കില്ലേ. അങ്ങനെ പിന്നെ കുറേ നേരം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ സുഭാഷിൻ്റെ നമ്പർ ഓർമ്മയിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ സുഭാഷിനെ വിളിക്കുമ്പോൾ സുഭാഷ് എടുക്കുന്നില്ല കേട്ടോ. ഇത് മിക്കവാറും കടയിൽ നിന്ന് ഞാനൊരാളെ പറഞ്ഞു
പണിക്ക് വന്നപ്പോൾ പറഞ്ഞു വിട്ടിരുന്നു കള്ള് കുടിച്ചതിന് അവൻ വേറെ നമ്പറിൽ മാറി വിളിക്കുക, അവനെ ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ പിന്നെയും വിളിക്കുമ്പോൾ എൻ്റെ ഏട്ടാ ഒന്ന് എടുത്തു നോക്ക്, വേറെ വല്ലവരും ആണല്ലോ, ഇനി വേറെ ആരെങ്കിലും ആണെങ്കിലോ ഒന്ന് എടുത്തു നോക്കിയേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് സുധീഷായിരിക്കും കേട്ടോ. എന്നിട്ട് സുധീഷ് പറഞ്ഞിട്ട് ഏട്ടാ ഞാൻ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ടേക്കുക, ഇവിടെ ഗുണ്ടകളെല്ലാം കൂടെ എന്നെ കെട്ടിയിട്ടിരിക്കുക, എനിക്ക് ഒരു പിടിയില്ല ഏട്ടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടാ നീ എവിടെയാണ്, ഏത് സ്ഥലമാണെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല, എങ്കിലും നീ ഓർത്ത് നോക്കി, നിന്നെ എവിടെ വെച്ചാൽ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്തതും അതുപോലെ കൊണ്ടുപോയി നോക്കും ആലോചിച്ച് നോക്കാൻ പറയുമ്പോൾ ഏകദേശം ഒരു ധാരണയിൽ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. ആ ഒരു സമയത്തായിരിക്കും ഗുണ്ടകൾ കറക്റ്റ് തിരിച്ച് കയറി വരുമ്പോഴേക്കും നമ്മുടെ സുധീഷിനോട് ചോദിക്കുകയാണ്, എടാ നിന്നെ കെട്ടിയിട്ടിരുന്നത് ഞങ്ങൾ അവിടെയല്ലേ, പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുകയാണേ. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സുധീഷ് കാലുകൊണ്ട് ആ ഫോണാണെങ്കിൽ തട്ടിക്കളയാണ് കേട്ടോ. എടാ ഇവൻ എന്തോ തട്ടിക്കളഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് പോയി നോക്കി എന്ന് പറയുമ്പോൾ അത് സെൽഫോൺ ആയിരിക്കട്ടോ. ഫോണോ, ഈ ഫോൺ അങ്ങനെ നിൻ്റെ കയ്യിൽ വന്നു, ഇത് എൻ്റെ ഫോണല്ലേ? അതെ, ഞാൻ മുമ്പേ കർച്ചീഫ് എടുത്തപ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയതായിരിക്കും, നീ അവൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ നോക്കി എന്ന് പറയുമ്പോൾ അതെ 2-3 നമ്പറിൽ കോള് പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, നീ ആ ഫോണിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സുഭാഷിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നികേഷ് പറഞ്ഞിട്ട് മിണ്ടരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഈ ഗുണ്ട ആണെങ്കിൽ ഫോണിൽ ഹലോ വെക്കുകയാണ് കേട്ടോ. ഹലോ വെക്കുമ്പോഴേക്കും അപ്പുറത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നീ വിളിച്ച് കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയല്ലേ അല്ലേടാ എന്ന് പറഞ്ഞിട്ട് തല്ലിയാണ് കേട്ടോ സുധീഷിനെ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ നിധിയുടെ ബ്രദറിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അതായത് ഇവർ പുറത്ത് പോയ സമയം നോക്കി സുധീഷ് ആരെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നിങ്ങൾ ലൊക്കേഷൻ മാറ്റണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സുധീഷിനെയും കൊണ്ട് അവരെ വേറൊരു വഴിക്കോട്ട് പോകുകയാണ്. അങ്ങനെ സുധീഷ് അല്ലറി വിളിക്കുകയാണ് വണ്ടിയിൽ വെച്ച്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഇവരും പറന്നു പോകാൻ കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു വഴിയിലൂടെ തന്നെ നമ്മുടെ സുധീഷിൻ്റെ ഏട്ടനും അനിയന്മാരൂടെ വരികയാണ് കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞ വഴിക്ക് ഈ 2 വണ്ടികളെ കൂട്ടിയിടിക്കുകയാണ്. അങ്ങനെ കൂട്ടിയിടിച്ച് നമ്മുടെ സുഭാഷും നികേഷും എല്ലാം മറിഞ്ഞ് താഴോട്ട് വീഴുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ കയ്യിലൊക്കെ പോറലൊക്കെ ഏൽക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഒച്ചയും ബഹളമൊക്കെ വെക്കുമ്പോഴത്തേക്കിനും നികേഷും പിന്നെ നികേഷിൻ്റെ ഏട്ടനും കൂടെ പറയുന്നുണ്ട്, ഇപ്പോൾ ബഹളമൊന്നും ഉണ്ടാക്കേണ്ട സുഭാഷ് ഏട്ടാ, ഇപ്പം നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും പുറത്തോട്ട് ഇറങ്ങി വഴക്കുണ്ടാക്കാൻ പോയ ആ ഒരു ഗുണ്ടകത്തേക്ക് വരുമ്പോൾ നമ്മുടെ സുധീഷ് ആണെങ്കിൽ ആ ഗുണ്ടനെ ചവിട്ടുകയാണ് കേട്ടോ. ചവിട്ടുന്ന വഴി വണ്ടിയിൽ താഴെ പോവാണ്. ഇത് കാണുന്ന നികേഷ് ഇങ്ങനെ എത്തി നോക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് സുധീഷ് ആണെങ്കിൽ എടാ ഇങ്ങോട്ട് നോക്കടാ എന്നിങ്ങനെ പറഞ്ഞ് അലറി വിളിക്കുന്നത്, ഇങ്ങനെ വിളിക്കുന്നതും കയ്യിലാങ്ങിയും കാണിക്കുന്നതൊക്കെ കാണുന്നത് പെട്ടെന്ന് ദേ ഏട്ടൻ നോക്കിക്ക് സുധീഷ് ഏട്ടൻ എന്ന് പറയാനേ. അങ്ങനെ അവർ ഓടി വരികയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ മാസമായിട്ട് തല്ലും ചവിട്ടും ബഹളവും അടിയും ഒക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അവസാനം അതിലൊരു ഗുണ്ടനെ പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ സുധീഷ്. അങ്ങനെ ആരാ ഇത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നില്ല കേട്ടോ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇയാളെ പിടിച്ചോണ്ട് പോകണം, ഇയാളുടെ കയ്യിലുള്ള സ്വർണവും പണവും മേടിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും കേട്ടോ. നമ്മുടെ നിധിയുടെ അമ്മയാണെങ്കിൽ രാവിലെ പാലും പത്രവും ഒക്കെ എടുക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ പാലെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പത്രം വായിച്ചുകൊണ്ട് ഒരാൾ അവിടെ മുമ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ആരാടോ താനെന്തിനാടോ ഇവിടെ വന്നിരുന്ന പത്രം വായിക്കുന്നത്? എടോ തന്നോടല്ല ചോദിച്ചെന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴായിരിക്കും അത് സുധീഷായിരിക്കും. സുധീഷ് ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ നിധിയുടെ അമ്മയാണെങ്കിൽ പാലൊക്കെ പാക്കറ്റ് നിലത്തോട്ടിട്ടിട്ട് അലറി വിളിച്ചുകൊണ്ട് ഓടുകയാണ് കേട്ടോ. അങ്ങനെ ചെല്ലുമ്പോഴേക്കും സന്ധ്യനെ ചെന്നിരിക്കുകയാണ്. അപ്പോൾ സന്ധ്യ എന്താ അമ്മേ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നീ അവനെ വിളിച്ചുകൊണ്ട് വന്നേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നിധിയുടെ ബ്രദറിനെയും അതുപോലെ തന്നെ നിധിയുടെ അച്ഛനെയൊക്കെ അലറിക്കൊണ്ട് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. നിധിയുടെ അമ്മ എന്താ പ്രശ്നം, നിങ്ങളൊന്ന് വന്നേ എന്ന് പറയുമ്പോൾ അത് ആരും അല്ലായിരിക്കും സുധീഷ് ഇങ്ങനെ നടന്ന് മാസമായിട്ട് വരികയാണ്. അത് കണ്ടോണ്ട് നിധിയും ഓടി വരുന്നുണ്ട്. അങ്ങനെ നിധിയും ഓടി വരികയാണേ. അങ്ങനെ നിധി സുധീഷിനെ കണ്ടിട്ട് ഓടി വരികയാണ് കേട്ടോ. എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? നിങ്ങളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇന്നലെ മുതൽ ഞാൻ ട്രൈ ചെയ്യുന്നത്, എന്താ സംഭവിച്ചത്? നിങ്ങളുടെ ദേഹത്തൊക്കെ എന്താ ഈ മുറിവുകളൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിധിയുടെ ബ്രദറാണെങ്കിൽ പറയുന്നുണ്ട്, ആ പൈസയും കൊണ്ട് മുങ്ങിയതായിരിക്കും. എടാ ഇനി നീ അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ മുങ്ങിയവനാണെങ്കിൽ നമ്മുടെ കൂടെ ഇവിടേക്ക് വരാൻ ധൈര്യം കാണിക്കും. ഇതൊന്നും അല്ല, മോള് പറഞ്ഞതുപോലെ ഇവൻ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ അപകടം പറ്റിയതാ, അതായിരിക്കും. നീ ഒന്ന് മിണ്ടാതിരുന്നേ, എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോഴത്തേനും പിന്നെയും നിധിയുടെ ബ്രദർ ഓരോന്ന് പറയുമ്പോൾ പെട്ടെന്ന് അച്ഛനടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നമ്മളാണ് ഇതിന് പിന്നിലെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. ഇനി നീ ഇങ്ങനെ ആവശ്യമില്ലാതെ വയലൻ്റായി അറിയിക്കാൻ ശ്രമിക്കേണ്ട, കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം, നീ ഒന്ന് മിണ്ടാതിരുന്നേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ സുധീഷിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വഴിയിൽ കുറച്ച് ഗുണ്ടകൾ എന്നെ തടഞ്ഞു നിർത്തി
അവർ പണവും സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് എന്നെയും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടന്മാരാണ് എന്നെ വന്ന് രക്ഷിച്ചെന്ന് പറയണം. ഏട്ടന്മാരോ ആ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇത് ആരാ ചെയ്തെന്ന് വല്ലതും ഒന്നുമില്ല, ഒരറിവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേനും പെട്ടെന്ന് രാജീവനും അതുപോലെ നിതിൻ്റെ ബ്രദറും ഇങ്ങനെ ആശ്വാസപരമായിട്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ സുഭാഷും നികേഷും എല്ലാവരും കൂടെ അവിടേക്ക് വരികയാണ്. അങ്ങനെ വന്നിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അതായത് ആ ഒരു ഗുണ്ടനെ കൂട്ടിക്കൊണ്ടായിരിക്കും വരുന്നത്. തെളിവോടുകൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഗുണ്ടനെ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ രാജീവനാണെങ്കിൽ നീ അല്ലേടാ തട്ടിക്കൊണ്ട് പോയത് എൻ്റെ മരുമകനെ, എന്നിട്ട് ആ സ്വർണ്ണ പണമൊക്കെ എവിടെടാ കൊണ്ടുവച്ചിരിക്കുന്നത്, നിന്നെ ഞാൻ ജയിലിലടയ്ക്കും, നോക്കിക്കും, നിന്നെ ഞാൻ ജയിലിലേക്ക് വിടത്തില്ല, നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ തീർക്കും, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, നീ ആർക്ക് വേണ്ടിയിട്ടാടാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും നികേഷ് പറയാണ്, ആർക്ക് വേണ്ടിയിട്ടാന്ന് നിങ്ങൾക്കറിയത്തില്ലേ, എൻ്റെ ഏട്ടത്തിയുടെ അച്ഛനാ ഇതിനൊക്കെ പിന്നിൽ, ഏട്ടത്തിയുടെ അച്ഛൻ പറഞ്ഞിട്ടാ സുധീഷ് ഏട്ടനെ ഇവർ പിടിച്ചു വെച്ചത്, എന്നിട്ട് സുധീഷ് ഏട്ടനെ കൊല്ലാനായിരുന്നു തീരുമാനം, ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ. ഞങ്ങളുടെ ഏട്ടൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്, സുധീഷിനെ കൊല്ലാനോ, അതും അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ പറയാണ്, മോളെ ഇതൊന്നും വിശ്വസിക്കരുത്, ഇവരിപ്പോൾ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന, ഞാൻ അങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യുമോ, നിങ്ങൾ എന്ത് സ്നേഹത്തോടെ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പരിചരിച്ചത്, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ഇതിപ്പോൾ ഇവർ കളം മാറ്റി ചവിട്ടുന്ന മോൾ ഇവരെ വിശ്വസിക്കരുത്, നീ ഈ അച്ഛൻ ജനിപ്പിച്ച് വളർത്തിയ ഈ അച്ഛനമ്മേനല്ലേ നീ വിശ്വസിക്കേണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ ആ ഒരു സമയത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ ഇവളെയും കൂട്ടിക്കൊണ്ടി മേളിലോട്ട് പോയിക്കേ, ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാം, നീ പോയിക്കേ, മോളെ ടെൻഷൻ എടുപ്പിക്കണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നിതിൻ്റെ ബ്രദർ ഓടി വന്നിട്ട് നമുക്ക് പോകാമെന്ന് പറയാൻ ഇവിടെ നിധി സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ കാലിൻ്റെ വേദനയൊന്നും മറന്നു പോകുകയാണ്. അങ്ങനെ പെട്ടെന്ന് ആക്ടിങ് ഒന്നും ചെയ്യാതെ ആയിരിക്കും കേട്ടോ ഓടി വരുന്നത്. അതൊക്കെ നിധി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും നമ്മുടെ സുധീഷ് കാര്യങ്ങളൊക്കെ പറയണം. അതായത് നിൻ്റെ അച്ഛനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നു, ഒരാഴ്ചക്കുള്ളിൽ അവളെ ഞാൻ പിരിക്കും, അവൾ എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ വീട്ടിലായിരിക്കും, നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞതും. അതുപോലെ തന്നെ നിൻ്റെ ഏട്ടനാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളുടെ താഴെ ഇരുന്ന് കഴിച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കണോ എന്നൊക്കെ ചോദിച്ചതും. അങ്ങനെ നിധി ഇല്ലാത്ത സമയത്ത് തന്നെ അപമാനിച്ച കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ ഞാൻ എന്നോട് പറയാനത്, തനിക്ക് തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം 2 ദിവസമല്ലേ ഉള്ളൂ, അത് തനിക്ക് കിട്ടിക്കോട്ടെ, ഞാനായിട്ടൊരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു വഴക്കോ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് തന്നോട് ഞാൻ ഇതൊന്ന് പറയാനെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. എന്നിട്ട് നിധി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഇതൊക്കെ സത്യമാണോ അച്ഛാ, ഞാൻ അച്ഛനെ വിശ്വസിച്ചു, പക്ഷെ അച്ഛൻ എൻ്റെ ജീവിതം തകർക്കാനല്ലേ ശ്രമിച്ചത്, അച്ഛൻ എന്നെ ഇവിടെ പിന്നെയും കൊണ്ടത് കൂട്ടിലാക്കാനായിരുന്നു അച്ഛൻ്റെ ശ്രമമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നിധിയാണെങ്കിൽ ആകെ പൊട്ടിക്കരയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട്, ആരെയും വിശ്വസിക്കരുത് മോളെ, ജനിപ്പിച്ചു നിൻ്റെ അച്ഛനും അമ്മയാണ് ഈ പറയുന്നതെന്നൊക്കെ പറയുമ്പം അച്ഛനും അമ്മയും മിണ്ടിപ്പോകരുത് നിങ്ങൾ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുകയാണ്. ആ സമയത്ത് രാജീവൻ വന്നിങ്ങനെ തോളത്ത് കൈ വെച്ചിട്ട് പറയുന്നുണ്ട്, മോളെ നിധി ഇതൊന്നും അല്ല സത്യം എന്ന് പറയുമ്പോൾ തള്ളി വിടുകയാണ് കേട്ടോ. അപ്പോൾ ചെകിട്ട തടി കൊണ്ടുപോലെ ആകുകയാണ് കേട്ടോ രാജീവിനെ പിടിച്ച് തള്ളിയപ്പോൾ രാജീവിൻ്റെ ആ ഒരു കൺട്രോളെല്ലാം പോകുകയാണ് കേട്ടോ. അങ്ങനെ രാജീവൻ ആകെ ഒരു കൺട്രോൾ വിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തി നമുക്ക് പോലീസിനെ അറിയിക്കാം, ഏട്ടനെ കൊല്ലാൻ വരെ ശ്രമിച്ചല്ലേ, അതുകൊണ്ട് എന്തായാലും പോലീസിനെ അറിയിക്കാം, കുറച്ച് കാലം പോയി ജയിലിൽ കിടക്കട്ടെ എല്ലാണോ എന്നൊക്കെ പറയുമ്പോൾ സുഭാഷ് പറഞ്ഞിട്ട്, അതൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഇങ്ങോട്ടൊന്നും വരാതെ ഇവരുമായിട്ട് സഹകരിക്കാതെ ഇരുന്നാൽ പോലെ നമുക്ക് പോയേക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ നിധിയും പറഞ്ഞിട്ട്, വാ ഏട്ടാ നമുക്ക് പോയേക്കാം, ഇനി ഇവരുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല, എൻ്റെ ആരുമല്ല ഇവർ, ചത്തെന്ന് പറഞ്ഞാൽ പോലും ഇനി കാണാൻ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ബന്ധം അറുത്ത് മുറിച്ചിട്ട് നിധി അവിടെ നിന്നും മാസമായിട്ട് തൻ്റെ സാധനങ്ങളും ഒക്കെ ആയിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ആയിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. എന്തായാലും ഇനി വരാനിരിക്കുന്ന ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.